ശബരിമല നെയ്യഭിഷേകത്തിലും നെയ്വെട്ടി. പുതിയ വാർത്തകൾ അങ്ങനെയാണ് വരുന്നത്. ശബരിമലയിലെ ഏകദേശം 1,70,000 ലിറ്റർ നെയ്യ് കൊടുക്കാനായിരുന്നു കരാർ. മിൽമ ആയിട്ട് ശുദ്ധനെയ്യ് കൊടുക്കാം എന്ന് മിൽമ പറഞ്ഞു. 1,70,000 ലിറ്റർ കിലോയ്ക്ക് 540 രൂപ വെച്ച് കൊടുക്കാവുന്നു. നമുക്ക് 1 ലിറ്റർ ഇപ്പം വെളിയിൽ നിന്ന് വാങ്ങി 720 രൂപ കൊടുക്കണം. മിൽമയുടെ വെളിയിൽ അതിൻ്റെ വില അത്രയാണ്. നല്ല ശുദ്ധമായ നെയ്യ്ക്ക് 720 രൂപ. പക്ഷേ സബ്സിഡൈസിന് റേറ്റ് കൊടുക്കാമെന്ന് മിൽമ പറഞ്ഞു. കാരണം ശബരിമലയാണ്, അപ്പോൾ അതുകൊണ്ട് കൺസെഷൻ റേറ്റ് കൊടുക്കാം. അങ്ങനെ വലിയ ലാഭമില്ലാതെ 1,70,000 ലിറ്റർ 540 രൂപ, ഏകദേശം 180 രൂപ കുറച്ചാണ് ലിറ്ററിൽ കൊടുത്തത്. അപ്പോൾ ആ പണം ഏകദേശം 8-8.5 കോടിയോളം വരും. നെയ്യ് പത്തനംതിട്ട അവരുടെ യൂണിറ്റിൽ നിന്ന് കൊടുക്കാമെന്നാണ് കരാറ്, അല്ലെങ്കിൽ അവിടുന്ന് ആണത് കൊടുക്കേണ്ടത്. പക്ഷേ നെയ്യ് അവിടുത്തെ ഓരോരോ മിൽമ ഏരിയയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, പ്ലാന്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് വഴിക്ക് വിറ്റു പോവുകയാണ്. ഈ ഒറിജിനൽ നെയ്യ് ശബരിമല എത്തുന്നില്ല. അതിന് പകരം തമിഴ്നാട്ടിലെ കാശിന് കൊള്ളിയല്ലാത്ത നെയ്യ് ഇഷ്ടം പോലെ കിട്ടും. അത് 340 രൂപയ്ക്ക് കിട്ടും. ആ നെയ്യാണ് ശബരിമലയിൽ ചെല്ലുന്നത്. പകരം ശുദ്ധമായ നെയ്യ് നല്ല വിലയ്ക്ക് ഇവിടെ വിറ്റുപോകും. അത് മിൽമയുടെ ഓരോ ജില്ലാ യൂണിറ്റിൽ നിന്ന്, അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അവിടുന്ന് സപ്ലൈ എത്തിക്കുമെന്നാണ് പറയുന്നത്. അവിടെ തികഞ്ഞില്ലെങ്കിൽ മറ്റ് ജില്ലയിൽ നിന്നും മിൽമയുടെ നെയ്യ് പത്തനംതിട്ട എത്തിച്ചിട്ട് അവിടെ നിന്നാണ് ഇത് മല കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതിന് അടുത്ത കോൺട്രാക്റ്റുണ്ട്. അത് ഇവിടുന്ന് നെയ്യ് 15 ലിറ്ററിൻ്റെ ടിന്നിലാണ് ഓരോ പാത്രങ്ങൾ ആക്കിയാണ് അതൊന്ന് ശബരിമലയിൽ പോകുന്നത്. അപ്പോൾ അത് ആ ടിന്ന് 15 ലിറ്ററിൻ്റെ നെയ്യ് വെയിറ്റ് ഉണ്ടാവും. അത് ശബരിമല എത്തിക്കാനായിട്ട്, പത്തനംതിട്ടയിൽ നിന്ന് എത്തിക്കാനായിട്ട് അതിൻ്റെ കൂലി ആ ഓരോ ടിന്നിനും 44 രൂപ വെച്ച് ഒരു കൊട്ടേഷൻ. അതെല്ലാം ഒരു സംഘം തന്നെയാണ്, പറ്റീര് സംഘങ്ങളെല്ലാം കൂടെയാണ് 44 രൂപ കൊട്ടേഷൻ കൊടുത്തു. അതിനുശേഷം അത് 19 രൂപയുടെ ഒരു കൊട്ടേഷൻ. അതുകൊണ്ട് 19 രൂപക്കാർക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഇത്രയും സാധനം ശബരിമല എത്തുന്നതിന് അതിൻ്റെ ഹെഡ് ലോഡ് വർക്കേഴ്സോ അല്ലെങ്കിൽ ആ സാധനം അത് എത്തിക്കുന്നതിനുള്ള കൂലിയിൽ അടുത്ത തട്ടിപ്പ്. ഇത് ഏകദേശം 1,70,000 ലിറ്റർ നെയ്യ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഏകദേശം 8-8.5 കോടി രൂപ, അല്ലെങ്കിൽ 9 കോടി രൂപയ്ക്കകത്ത് വരും. ആ 9 കോടി രൂപയിലെ 540 രൂപ വെച്ച് നമ്മൾ ഇവിടെ കൊടുക്കണം. ആ 540 കൊടുക്കുന്നിടത്ത് ഏകദേശം 350 രൂപയ്ക്ക് തറ നെയ്യ് കിട്ടും തമിഴ്നാട്ടിൽ. ആ നെയ്യാണ് ശബരിമലയിൽ വരുന്നത്. ഭക്തജനങ്ങളും നമ്മളും എല്ലാം കരുതി ശുദ്ധ നെയ്യാണ് ശബരിമലയിൽ ഉപയോഗിക്കുന്നതാണ്. നെയ്യ് അഭിഷേകം നടക്കും. ആ നെയ്യ് അഭിഷേകത്തിലുള്ള അത് പൂജയ്ക്ക് ശേഷം ആ നെയ്യ് പലരും വാങ്ങിച്ചുകൊണ്ട് പോകും. ശുദ്ധ നെയ്യാണ്, എല്ലാവരും വീട്ടിൽ പോയി ഉപയോഗിക്കും ശബരിമലയിൽ. പക്ഷേ കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണെന്ന് ഇപ്പം കണ്ടെത്തി. ഇത് വെളിയിലായി കഴിഞ്ഞുകൊണ്ട് തിരുവനന്തപുരം മേഖല ഡയറിയിലെ അവിടെ മണി വിശ്വനാഥ് ഉൾപ്പെടെയുള്ള ആൾക്കാർ 5 അംഗ കമ്മിറ്റി ഇതേപ്പറ്റി ഒരു അന്വേഷണം നടത്തുകയാണ്. അത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷണം നടത്താമല്ലോ, അത് നടത്തിക്കോ. പക്ഷേ ഈ തട്ടിപ്പും വെട്ടിപ്പും പുറത്തായ സ്ഥിതിക്ക് അതിനൊരു കേസ് രജിസ്റ്റർ ചെയ്യണ്ടേ, അത് ഇവിടുത്തെ വിജിലൻസിലോട്ട് കൊടുക്കണ്ടേ, അല്ലെ ലോക്കൽ പോലീസിന് കൊടുക്കണ്ടേ. ഇതുവരെ കൊടുത്തിട്ടില്ല. ആ മേഖല, തിരുവനന്തപുരം മേഖലയുള്ള 4-5 പേര് ഉദ്യോഗസ്ഥർ, ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ഇതേപ്പറ്റി ഒരു പ്രാഥമിക അന്വേഷണം നടത്തി അതിനൊരു റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ കൊടുക്കാനായിരിക്കും. കേസിൽ നിന്ന് ഒഴിവാകാനാണോ നമുക്കറിയത്തില്ല. ഏതായാലും അടിയന്തരമായിട്ട് ഇതിനൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതാണ് ഉത്തമം. SIT ടീമിലൂടെ തന്നെ ഈ കേസും രജിസ്റ്റർ ചെയ്യാം. കാരണം ശബരിമലയായിട്ട് ബന്ധപ്പെട്ട കേസാണ്.
അല്ലെങ്കിൽ അതിന് പ്രത്യേകം നെയ്ക്ക് വേണ്ടി മാത്രം പ്രത്യേകം ഒരു യൂണിറ്റ്, ഒരു SIT ഇവിടെ ഉണ്ടാക്കാം. പക്ഷേ ഈ നെയ്യഭിഷേകത്തിൻ്റെ കാര്യങ്ങളൊന്നും ഇതുപോലെ ഡിവിഷൻ ബെഞ്ചിൻ്റെ അവിടെ പരിഗണനയിൽ വന്നിട്ടില്ല ഇതുവരെ. അതേസമയത്ത് ഈ വാർത്ത അങ്ങ് പുറത്തേക്ക് വന്നു. മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിലാണ് ഇത് തുടക്കത്തിലേ വന്നത്. ഏതായാലും ഇത് മൂടി വെക്കാൻ കഴിയില്ല. ഇതിനകത്ത് കോടിക്കണക്കിന് ഏകദേശം 4-5 കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നിരിക്കുന്നു. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ആ രീതി പോലെ തന്നെ നെയ്യിലും ഈ കൊള്ള നടന്നിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ ലാഭം പലരും ഉണ്ടാക്കിക്കൊണ്ടുപോയി. അതൊക്കെ ആരാണ് ആ മാന്യന്മാരെന്നും കണ്ടെത്തേണ്ടത്. ഓരോ രംഗത്തും ശബരിമലയിൽ ഇതുപോലെയുള്ള കോടിക്കണക്കിന് രൂപ വരുന്നത് കൊണ്ട്, അത്രയും ചിലവ് വരുന്നതുകൊണ്ട് തട്ടിപ്പിൻ്റെ മേഖല വളരെ വിപുലമാണ് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്.